നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് DHIC ഫസ്റ്റ് ഇയറിലെ പേപ്പർ 4 വരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസിലെ മേജർ ആയിട്ടുള്ള 2 ഡിസീസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേന് റാബിസ്. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. റാബിസ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. റാബിസ് ഈസ് ആൾസോ നോൺ ആസ് ഹൈഡ്രോഫോബിയ, മീൻസ് ഫിയർ ഓഫ് വാട്ടർ. ഈസ് പ്രൈമർലി എ ഡിസീസ് ഓഫ് വാം ബ്ലഡഡ് അനിമൽസ് സച്ച് ആസ് ഡോഗ്, കാറ്റ്സ്, ജാക്കൽസ് ആൻഡ് വൂൾഫ്സ് എക്സെട്ര. അതായത് റാബിസിനെ നമുക്ക് മറ്റൊരു തരത്തിൽ വിളിക്കാം ഹൈഡ്രോഫോബിയ. ഹൈഡ്രോഫോബിയ മീൻസ് എന്താണ്? ഫിയർ ഓഫ് വാട്ടർ. അതായത് റാബിസ് അഫക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വെള്ളം കാണുമ്പോൾ എന്താണ്? പേടിയാണ്. റാബിസ് ആർക്കൊക്കെയാണ് വരുന്നത്? ഈസ് പ്രൈമർലി ഡിസീസ് ഓഫ് വാം ബ്ലഡഡ് അനിമൽസ്. അതായത് ഡോഗും കാറ്റും അതുപോലെ ജാക്കൽസ് തുടങ്ങിയ വൈൽഡ് അനിമൽസിനാണ് കൂടുതലായിട്ടും റാബിസ് അഫക്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ മെജോറിറ്റി ഓഫ് കേസും റാബിസ് റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കാണ്? ഡോഗ്സിനാണ് റാബിസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ടു മാൻ ബൈ ദ ബൈറ്റ് ഓഫ് ഓർ ലിക്സ് ഓഫ് റാബിഡ് അനിമൽ. ഇത് മനുഷ്യർക്ക് എങ്ങനെയാണ് റാബിസ് അഫക്ട് ചെയ്യുന്നത്? അതായത് ബൈറ്റ് കാരണം, അതായത് അനിമൽസിന്റെ, അതായത് ഡോഗ് ആകാം അല്ലെങ്കിൽ കാറ്റ്സ് തുടങ്ങിയ മൃഗങ്ങളുടെ ബൈറ്റ് കാരണമാണ് റാബിസ് മനുഷ്യരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. മോർട്ടാലിറ്റി ഈസ് നിയർലി 100%. അതായത് ഈ ഡിസീസിന്റെ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ 100% ആണ്. ഫലപ്രദമായിട്ട് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ പൂർണ്ണമായിട്ടും മരണത്തിന് കാരണമാകാം. റാബിസിനെ നമുക്ക് മറ്റൊരു തരത്തിൽ പറയുന്ന പേരാണ് ഹൈഡ്രോഫോബിയ. എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഏജന്റ്. അതായത് റാബിസ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള ഏജന്റ് ആരാണ്? ലൈസ വൈറസ് ടൈപ്പ് 1. ഒരു വൈറൽ ഡിസീസ് ആണ് റാബിസ്. അതുകൊണ്ട് തന്നെ എന്താണ്? പ്രത്യേകിച്ച് മെഡിക്കേഷൻസ് ഒന്നും അവൈലബിൾ അല്ല. രണ്ടാമത്തതാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. റാബിസ് വൈറസ് ഉണ്ടാകാൻ കാരണം എങ്ങനെയാണ്? 95% ഓഫ് കേസസ് ഇൻ ഇന്ത്യ ആർ ഡ്യൂ ടു ഡോഗ് ബൈറ്റ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന റാബിസ് കേസസ് മോസ്റ്റും ഏതിൽ നിന്നാണ്? ഡോഗ്സിന്റെ ബൈറ്റ് കാരണമാണ് ഉണ്ടാകുന്നത്. പിന്നെ അതർ അനിമൽസ് സച്ച് ആസ് ജാക്കൽസ് ആൻഡ് വൂൾസ് ആർ ഇമ്പോർട്ടന്റ് റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ. ജാക്കൽസും അതുപോലെ തന്നെ വൂൾസും ഇമ്പോർട്ടന്റ് റിസർവയർ ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതായത് ലൈസ വൈറസിനെ ഇവർ ക്യാരി ചെയ്ത് നടക്കുന്നുണ്ട്. മൂന്നാമത്താണ് ഇൻഫെക്റ്റീവ് ബാക്ടീരിയ. അതായത് ഈ റാബിസ് ബാധിച്ച മൃഗങ്ങളുടെ സലൈവയിലാണ് ലൈസ വൈറസ് കാണപ്പെടുന്നത്. ഈ വൈറസ് ഈ സലൈവയുമായിട്ട് നമ്മുടെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് മനുഷ്യരിലേക്ക് എന്ത്? റാബിസ് വൈറസ് ഇൻജെക്ട് ആകുന്നത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് മനുഷ്യർക്ക് റാബിസ് വൈറസ് ഇൻഫെക്റ്റഡ് ആവുന്നത്? അല്ലെങ്കിൽ അടുത്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് മനുഷ്യർക്ക് റാബിസ് ഇൻഫെക്റ്റഡ് ആവുന്നതാണ്. ഒന്നാമത്തത് ബൈ ദ ബൈറ്റ് ഓഫ് റാബിഡ് അനിമൽ. അതായത് റാബിസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മൃഗങ്ങൾ മനുഷ്യരെ കടിക്കുമ്പോഴാണ് പ്രധാനമായിട്ടും റാബിസ് വൈറസ് മനുഷ്യരുടെ ബോഡിയിലേക്ക് കയറുന്നത്. രണ്ടാമത്തത് ബൈ ലീക്സ് ഓൺ അബ്രേഡഡ് സ്കിൻ ഓർ മ്യൂക്കോസ. അതായത് ഇപ്പൊ നമ്മളെ നായ്ക്കൾ വന്ന് മനുഷ്യരെ ഇപ്പൊ നക്കുക, അല്ലെങ്കിൽ അവിടെ പല്ലുകൾ എങ്ങനെയെങ്കിലും നമ്മളെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വരും. അത്തരം സന്ദർഭങ്ങളിൽ എന്താണ്? അവിടെ സലൈവയിലുള്ള റാബിസ് വൈറസ് മനുഷ്യരുടെ ബോഡിയിലേക്ക് കയറാൻ സാധ്യതയുണ്ട്. The virus enters the body and travel along the nervous and reaches the brain and causes the disease. അതായത് ഈ റാബിസ് വൈറസ് ഹ്യൂമൻസിന്റെ ബോഡി കയറിയ അത് എവിടെയാണ് പോകുന്നത്? നമ്മുടെ നെർവസ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെ ബ്രെയിനിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡിലും എല്ലാം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത്തരം സന്ദർഭത്തിലാണ് മനുഷ്യർക്ക് എന്ത്? മരണം സംഭവിക്കാൻ കാരണമാകുന്നത്. അതായത് നമ്മുടെ ബോഡിയിൽ റാബിസ് വൈറസ് കയറിയ അത് പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യാൻ കാരണമാകുന്നു. ഈ കേസ് വരുമ്പോഴാണ് പൂർണ്ണമായിട്ടും മരണം സംഭവിക്കുന്നത്. ഇറ്റ്സ് മെയിൻ ടാർഗറ്റ് ഈസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനും സ്പൈനൽ കോഡുമാണ് ലൈസ വൈറസിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 1 to 3 months ആണ്. അതായത് ഒരു ബോഡിയിലേക്ക് അല്ലെങ്കിൽ സിംറ്റം കാണിക്കാൻ എടുക്കുന്ന ടൈം ഇന്റർവെല്ലിനെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ റാബിസിന്റെ കേസിൽ ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് വൈറസ് ഇൻജെക്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് സൈൻ അല്ലെങ്കിൽ സിംറ്റം കാണിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 1 to 3 months വരെയാണ്. 3 മാസം വരെ വേരി ചെയ്യാം.
ഇത് പ്രധാനപ്പെട്ട ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആണ്. ആദ്യത്തെ ഇനിഷ്യൽ സിംറ്റംസ് എന്ന് പറയുന്നത് ഹെഡ് ഏക്ക്, തലവേദന വരാം, പിന്നെ ചെറിയ രീതിയിലുള്ള പനി, സ്ലൈറ്റ് ഫീവർ ഉണ്ടാകാം, പിന്നെ മലേസ് അതായത് ഫിസിക്കൽ ഡിസ്കംഫർട്ട്, അതായത് നമുക്ക് ശരീരം നല്ല രീതിയിലായിരിക്കത്തില്ല, പിന്നെ ട്വിച്ചിങ്, സഡൻ മസിൽ സ്പാസം, അതായത് മസിൽസിന് ക്രാംസ് ഉണ്ടാകാം അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഉണ്ടാകാം. As the virus spread through the central nervous system, fatal inflammation of the brain and spinal cord develops. അതായത് വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറിയതിനു ശേഷം അത് പെട്ടെന്ന് തന്നെ എവിടെ എത്തുന്നുണ്ട്, നെർവസ് സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അവിടെ ബ്രെയിനിന് നമുക്ക് നീർക്കെട്ടും അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസും എല്ലാം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും മനുഷ്യർക്ക് മരണം സംഭവിക്കാൻ കാരണം. അപ്പൊ എന്തൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? സ്ലൈറ്റ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാകുന്നുണ്ട്, മലേസ് ഉണ്ടാകുന്നുണ്ട്, മസിൽ സ്പാസം ഉണ്ടാകുന്നുണ്ട്. അത് റാബിസിന്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയാണെന്നാണ്. രണ്ട് ഫോംസിലുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഫ്യൂരിയസ് റാബിസ്, പിന്നെ അടുത്ത് പാരാലിറ്റിക് റാബിസ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേന് ഫ്യൂരിയസ് റാബിസ്, ഹൈപ്പർ ആക്ടിവിറ്റി, അതായത് റാബിസ് അഫക്ട് ചെയ്താൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ എക്സൈറ്റഡ് ബിഹേവിയർ നമ്മുടെ സ്വഭാവം കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ല. ഹൈഡ്രോഫോബിയ, അതായത് ഫിയർ ഓഫ് വാട്ടർ, ഇത് മനുഷ്യർക്കായിരിക്കും കാണുന്നത്, അനിമൽസിന് ഇത് ആബ്സെന്റ് ആയിരിക്കും. പിന്നെ എയറോഫോബിയ, അതായത് ഫിയർ ഓഫ് ഫ്ലൈറ്റ്. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ഡെത്ത് ഒക്കർ ബൈ കാർഡിയോ റെസ്പിറേറ്ററി അറസ്റ്റ്, കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ശ്വാസതടസ്സം നേരിട്ട് മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തതാണ് ഫ്യൂരിയസ് റാബിസ്. അതിൽ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹൈപ്പർ ആക്ടിവിറ്റി, എക്സൈറ്റഡ് ബിഹേവിയർ, ഹൈഡ്രോഫോബിയ ആൻഡ് എയറോഫോബിയ. ഇത് രണ്ടാമത്തെയാണ് പാരാലിറ്റിക് റാബിസ്. ഈ റാബിസ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല. The muscles gradually become paralyzed, starting at the site of bite and scratches. A coma slowly develops and eventually death occur. അത് ആദ്യം ചെറിയ രീതിയിലുള്ള പാരലൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോമയിലേക്ക് പോകാം. പിന്നെ ഇവൻച്വലി തുടരെ നമ്മൾ മരണത്തിന് കീഴടങ്ങാം. പക്ഷെ ഇത്തരത്തിലുള്ള റാബിസ് ഫോം ഇതുവരെയും കണ്ടുവന്നിട്ടില്ല. രണ്ട് ഫോംസ് ആണ് ഉള്ളത്. ഒന്നാമത്തത് ഫ്യൂരിയസ് റാബിസും രണ്ടാമത്തത് പാരാലിറ്റിക് റാബിസും. ഫ്യൂരിയസ് റാബിസിൽ ആക്ടിവിറ്റി, ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും. രണ്ടാമത്തെ ഫോമിൽ നമുക്ക് പാരലിസിസ് വന്നിട്ട് കോമ സ്റ്റേജിലോട്ട് പോയിട്ട് ഇവൻച്വലി മരണത്തിലേക്ക് മാറാം. ഇത് ഡോഗ്സിലെ റാബിസിന്റെ മാനിഫെസ്റ്റേഷൻ എങ്ങനെയെന്നാണ്. റാബിസ് ഇൻ ഡോഗ്സ് മേ ബി ഡിറ്റക്ടഡ് ബൈ ദി ഫോളോയിങ് സൈൻസ് ആൻഡ് സിംറ്റംസ്. അതായത് പ്രധാനമായിട്ടും 4 ഫീച്ചേഴ്സിലാണ് ഡോഗ്സിലെ റാബിസ് കാണപ്പെടുന്നത്. ഒന്നാമത്തെയാണ് ചേഞ്ച് ഇൻ ബിഹേവിയർ, അതായത് ഡോഗ്സിന്റെ സ്വഭാവത്തിലുള്ള മാറ്റം. എ ടെൻഡൻസി ടു അറ്റാക്ക് ആൻഡ് ബൈറ്റ് വിത്തൗട്ട് പ്രൊവോക്കേഷൻ, ബൈറ്റിംഗ് അൺയൂഷ്വൽ ഒബ്ജക്ട്സ് സച്ച് ആസ് സ്റ്റിക്സ്, സ്ട്രോ എക്സെട്ര. അതായത് സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാം. ഒരു പ്രൊവോക്കേഷനും, അതായത് ഒരു പ്രേരണയും ഇല്ലാതെ ഡോഗ് നമ്മളെ കടിക്കാനായിട്ട് വരുന്നുണ്ട്. പിന്നെ പരിസരത്ത് കിടക്കുന്ന സ്റ്റിക്ക്, സ്ട്രോ തുടങ്ങിയ വസ്തുക്കളെല്ലാം കടിക്കുന്നുണ്ട്. രണ്ടാമത്തേന് റണ്ണിങ് വൈൽഡ്ലി, ടെൻഡൻസി ടു റൺ away from home and wander aimlessly, biting anything that come. അതായത് ഒരു ലക്ഷ്യമില്ലാതെ വീട്ടിൽ നിന്നൊക്കെ ഓടിപ്പോവാൻ സാധ്യതയുണ്ട്. പിന്നെ തന്റെ ഓപ്പോസിറ്റ് ഏതൊരാളെയും കടിക്കാനുള്ള കാരണമായി മാറുന്നുണ്ട്. മൂന്നാമത്താണ് ചേഞ്ച് ഓഫ് വോയിസ്. ദ ഡോഗ് ബാർക്ക് ഇൻ എ ഹോഴ്സ് വോയിസ്, അതായത് എപ്പോഴും ഡോഗ് കുരയ്ക്കുന്നത് കുതിരയുടെ വോയിസിലായിരിക്കും കുരയ്ക്കുന്നത്. നാലാമത്തെയാണ് ഗ്യാസ്പിംഗ് ഓഫ് ബ്രീത്ത്. അത് ഫൈനൽ സ്റ്റേജ് ആണ്. ഒരു ഡോഗ് അതായത് ഡെത്തിലേക്ക് അടുക്കുമ്പോഴാണ് ഗ്യാസ്പിംഗ് ഓഫ് ബ്രീത്ത് വരുന്നത്. ദിസ് മേ ഒക്കർ ഡ്യൂറിംഗ് ദ ഫൈനൽ സ്റ്റേജ്. ദിസ് അനിമൽ ഡൈസ് വിത്ത് ദ 10 days ഓഫ് ഡെവലപ്പിംഗ് ദ സിംറ്റം. അതായത് ഗ്യാസ്പിംഗ് ഓഫ് ബ്രീത്ത്, അതായത് ശ്വാസത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ഈ സൈൻ ഡെവലപ്പ് ചെയ്ത 10 ദിവസം കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഡോഗ് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡോഗ്സിലെ റാബിസ് പ്രധാനമായിട്ടും 4 ഫീച്ചേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് ചേഞ്ച് ഇൻ ബിഹേവിയർ, 2 റണ്ണിങ് അമക്, മൂന്നാമത് ചേഞ്ച് ഓഫ് വോയിസ്, 4 ഗ്യാസ്പിംഗ് ഓഫ് ബ്രീത്ത്. അടുത്ത റാബിസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നാണ്, അല്ലെങ്കിൽ റാബിസിനെ എങ്ങനെ മാനേജ്മെന്റ് ചെയ്യാന്നാണ്. ആദ്യത്താണ് ലോക്കൽ ട്രീറ്റ്മെന്റ്. സസ്പെക്ടഡ് wound should be washed immediately with soap and water for several minutes and then treated with the alcohol or tincture of iodine. അതായത് ആദ്യം തന്നെ നമുക്ക് ഒരു ഡോഗ് ബൈറ്റ് ഉണ്ടായി, എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം എന്താണ്? സോപ്പും അതുപോലെ തന്നെ വാട്ടറും ഉപയോഗിച്ച് ഒരു 15 മിനിറ്റ് കഴുകുക. റണ്ണിങ് വാട്ടർ തന്നെ നമ്മൾ കഴുകണം. അപ്പൊ മാക്സിമം വൈറസിനെ നമുക്ക് ബോഡിയിലേക്ക് കയറാതെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ബാധിക്കാതെ തടയാൻ കഴിയുന്നുണ്ട്. Then apply dressing, bandage, penicillin and TT should be given as a precaution. വേണമെങ്കിൽ നമുക്ക് TT എടുക്കാം, പെൻസിലിൻ കൊടുക്കാം. രണ്ടാമത്തേതാണ് ഒബ്സർവ് ദി അനിമൽ ഫോർ 10 days. 10 ദിവസം നമ്മളെ കടിച്ച ആ മൃഗത്തിനെ എന്ത് ചെയ്യണം? ഒബ്സർവ് ചെയ്യണം.
The animal should under observation for 10 days. If the animal dies within 10 days bite or shows signs of നമ്മളെ കടിച്ച ഡോഗിനെ 10 ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. നമ്മൾ കടിച്ചതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ ആ ഡോഗ് മരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാണിക്കുകയോ ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെടുക്കണം, ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കണം. അടുത്ത ഇൻഡിക്കേഷൻ ഫോർ ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എപ്പോഴും ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നമ്മൾ ഒരു ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്? ഒന്നാമത്തത്, ഇഫ് ദ ബൈറ്റിംഗ് ആനിമൽ ഷോസ് സൈൻസ് ഓഫ് റാബിസ് ഓർ ഡൈസ് വിത്തിൻ 10 ഡേയ്സ് ആഫ്റ്റർ ദി ബൈറ്റ്. അതായത് ഒരു മനുഷ്യനെ ഒരു ഡോഗ് കടിച്ചതിന് ശേഷം 10 ദിവസത്തിനുള്ളിൽ ആ ഡോഗ് ചത്തു പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ അനിമൽസിന് എന്തെങ്കിലും അസുഖങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കണം. രണ്ടാമത്തെ കേസ് ഇഫ് ദ ബൈറ്റിംഗ് അനിമൽ കനോട്ട് ബി ട്രേസ്ഡ് ഓർ ഐഡന്റിഫൈഡ്. നമുക്ക് കടിച്ച നായയെ അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അത്തരം സന്ദർഭങ്ങളിലും നമ്മൾ തീർച്ചയായിട്ടും ആന്റി റാബിസ് വാക്സിൻ എടുത്തിരിക്കണം. മൂന്നാമത്തെ, ഓൾ ബൈറ്റ്സ് ഫ്രം വൈൽഡ് അനിമൽസ്. അതായത് വൈൽഡ് കാട്ടിലുള്ള എല്ലാ ജീവികളിൽ നിന്നുള്ള എന്തെങ്കിലും ബൈറ്റ് ഉണ്ടായാലും നമ്മൾ തീർച്ചയായിട്ടും ആന്റി റാബിസ് വാക്സിൻ എടുത്തിരിക്കണം. ഇപ്പൊ പ്രിവെൻഷൻ ഓഫ് റാബിസ് ഫസ്റ്റ് ആണ് ലോക്കൽ ട്രീറ്റ്മെന്റ്. ലോക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എത്രയും പെട്ടെന്ന് തന്നെ ഒരു ബൈറ്റ് ഉണ്ടായ വാട്ടർ ഉപയോഗിച്ച് കഴുകണം. പിന്നെ നമ്മൾ അനിമൽസിനെ 10 ദിവസം ഒബ്സർവ് ചെയ്യണം. പിന്നെ ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് ഏതൊക്കെ സന്ദർഭങ്ങളാണ് എടുക്കാനുള്ളത്? അതായത് അതായത് കടിച്ച അനിമൽസ് 10 ദിവസത്തിനുള്ളിൽ ചത്തു പോകുന്നുണ്ടെങ്കിൽ റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ നമുക്ക് കടിച്ച അനിമലിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കണം. പിന്നെ വൈൽഡ് അനിമൽസ് എന്നുള്ള ഏത് തരത്തിലുള്ള ബൈറ്റ് ആയാലും ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് എടുക്കണം. അടുത്ത ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് നമുക്ക് 3 കാറ്റഗറീസ് ചെയ്യാം. ഫസ്റ്റ് ആണ് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസ് ഉണ്ട്. മൂന്നാമത് റീ എക്സ്പോഷർ പ്രോഫിലാക്സിസും ഉണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസും അതുപോലെ പ്രീ എക്സ്പോഷർ പ്രോഫിലാക്സിസുമാണ്. ഒന്നാമത്തെ പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ് നോക്കാം. അപ്പൊ എന്താണ് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്? ഇപ്പൊ നമുക്കൊരു ആനിമൽ ബൈറ്റ് കിട്ടി. അപ്പൊ അത് കിട്ടിയതിനു ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? അതാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ്. ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെന്റ് ഓഫ് അനിമൽ ബൈറ്റ് വൂണ്ട്. അപ്പൊ നമുക്കൊരു കടി കിട്ടി, അപ്പൊ ആ വൂണ്ടിനെ നമുക്ക് മാനേജ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ സോപ്പും വെള്ളവും ഉപയോഗിച്ച് ആദ്യം തന്നെ വാഷ് ചെയ്യുക. പിന്നെ നമുക്ക് TT വാക്സിൻ വേണമെങ്കിൽ എടുക്കാം. പിന്നെ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ, അതായത് നമ്മുടെ വൂണ്ടിന്റെ സിവിയറിറ്റി അനുസരിച്ച് റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. പിന്നെ ആന്റി റാബിസ് വാക്സിൻ എടുക്കണം. റാബിസ് വാക്സിൻ നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഇൻട്രാമസ്കുലർ റെജിമെനും ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രാഡെർമൽ റെജിമെനും ഉണ്ട്. ഇൻട്രാമസ്കുലർ റെജിമെൻ എന്ന് പറയുമ്പോൾ 5 ഡോസസ് ആണ്. ഇൻട്രാഡെർമൽ റെജിമെൻ എന്ന് പറയുമ്പോൾ 4 ഡോസസ് ആണ്. അപ്പൊ ഒരു ആന്റി റാബിസ് ട്രീറ്റ്മെന്റ് നമ്മൾ എപ്പോഴാണ് എടുക്കാനുള്ളത്? ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിസ് ആണ്. അതായത് ഒരു അനിമലിൽ നിന്ന് നമുക്ക് ഒരു ബൈറ്റ് കിട്ടി, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആന്റി റാബിസ് വാക്സിൻ എടുക്കണം, റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. പിന്നെ അതുപോലെ തന്നെ അനിമലിന്റെ ബൈറ്റ് വൂണ്ട് ചെയ്യണം, മാനേജ്മെന്റ് ചെയ്യണം. അത് നമുക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രോഫിലാക്സിനെ 3 കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്. അതിൽ ആദ്യത്തെ ഏതെന്ന് നോക്കാം. കാറ്റഗറി ഫസ്റ്റ് പറയുന്നത് ടച്ചിങ് ഓർ ഫീഡിങ് അനിമൽസ് ലിക്സ് ഓൺ ഇൻടാക്ട് സ്കിൻ. അതായത് നമ്മുടെ സ്കിന്നില് നമ്മൾ ഈ റാബിഡ് അനിമൽ വന്ന് നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനേജ്മെന്റ്? പ്രത്യേകിച്ച് റാബിസ് വാക്സിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, അത് മൈനർ കേസാണ്. അടുത്ത രണ്ടാമത്തെ കാറ്റഗറിയാണ് നിബ്ലിംഗ് ഓഫ് അൺകവേർഡ് സ്കിൻ, മൈനർ സ്ക്രാച്ചസ് ഓർ അബ്രേഷൻ വിത്തൗട്ട് എനി ബ്ലീഡിങ്. അതായത് ഇപ്പൊ ഡോഗിന്റെ പല്ലുകൾ നമ്മളെ ബോഡിയുമായിട്ട് കോണ്ടാക്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഉരച്ചിൽ വന്നു, സ്ക്രാച്ചസ് വന്നു, അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ വാക്സിൻ എടുക്കണം. പക്ഷെ ബ്ലീഡിംഗ് ഇല്ല. രണ്ടാമത്തെ കാറ്റഗറിയിൽ ബ്ലീഡിംഗ് ഇല്ല. അത്തരം സന്ദർഭങ്ങൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വൂണ്ട് മാനേജ്മെന്റ് ആണ്. അതായത് ലോക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുക. പിന്നെ ആന്റി റാബിസ് വാക്സിൻ എടുക്കണം. ഇൻട്രാഡെർമലോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലറോ ആയിട്ടുള്ള ആന്റി റാബിസ് വാക്സിൻ എടുക്കണം. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഏറ്റവും സിവിയർ ആയിട്ടുള്ള കാറ്റഗറി. സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ട്രാൻസ്ഡെർമൽ ബൈറ്റ് ഓർ സ്ക്രാച്ചസ്, ലിക്സ് ഓൺ ബ്രോക്കൺ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. അതായത് നമുക്കൊരു ഡോഗ് ബൈറ്റ് ഉണ്ടായി, ആഴത്തിൽ മുറിവുണ്ടായി, അതായത് ബ്ലീഡിംഗ് ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിലെ എക്സ്പോഷർ എങ്ങനെയായിരിക്കും? സിവിയർ ആയിരിക്കും. ആ കേസിലാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വൂണ്ട് മാനേജ്മെന്റ് ചെയ്യണം. പിന്നെ റാബിസ് വാക്സിൻ എടുക്കണം. പിന്നെ റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ കൂടെ എടുക്കണം. റാബിസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കണ ഏത് സന്ദർഭത്തിലാണ്? കാറ്റഗറി 3-ലാണ്. അതായത് സിവിയർ ആയിട്ടുള്ള വൂണ്ടാണ് നമുക്ക് ഉണ്ടായെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കേണ്ടത്. റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ നമുക്ക് എവിടെയാണോ മുറിവുണ്ടായത് ആ ഭാഗത്ത്
ആ മുറിവിന്റെ ചുറ്റും എടുക്കണം, ആ മുറിവിന്റെ ഉള്ളിലും എന്തെടുക്കണം, റാബീസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം. ആന്റി റാബീസ് വാക്സിൻ ആണ്. ഫസ്റ്റ് ആണ് ഇൻട്രാമസ്കുലർ ആയിട്ടും എടുക്കാം, ഇൻട്രാഡെർമലോ ആയിട്ടും എടുക്കാം. ഇൻട്രാമസ്കുലർ ആയിട്ടാണ് റാബീസ് വാക്സിൻ എടുക്കുന്നതെങ്കിൽ 0.5 ml ഡോസേജ് ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ 1 ml. ഡെൽറ്റോഡ് റീജിയൻ ആണ്. നമുക്ക് 5 ദിവസം എടുക്കണം. ഡേ 0, ഡേ 3, ഡേ 7, ഡേ 14, ഡേ 28. നമുക്ക് വൈറ്റ് ഉണ്ടായ ഏത് ദിവസമാണോ അതിനെ 0 ഡേ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഒരു ഇഞ്ചക്ഷൻ വീതം എടുക്കണം. അങ്ങനെ 5 ദിവസമാണ് ഇൻട്രാമസ്കുലർ ആയിട്ട് നമുക്ക് ആന്റി റാബീസ് വാക്സിൻ എടുക്കാനുള്ളത്. 0.5 ml ആണ് ഡോസേജ്. ഇൻട്രാഡെർമൽ ആയിട്ടാണ് എടുക്കണമെങ്കിൽ IDRB 0.1 ml പെർ സൈറ്റ്, 2 സൈറ്റിൽ എടുക്കണം. അതായത് 2 കയ്യിലും എടുക്കണം. 0.1 ml വീതം 4 ദിവസമാണ് എടുക്കേണ്ടത്. 0, 3, 7, 28. അപ്പൊ ഇൻട്രാഡെർമൽ ആണ് എടുക്കണമെങ്കിൽ 4 ദിവസവും, ഇൻട്രാമസ്കുലർ ആയിട്ടാണ് എടുക്കണമെങ്കിൽ 5 ദിവസവുമാണ് ആന്റി റാബീസ് വാക്സിൻ എടുക്കേണ്ടത്. ഇപ്പൊ കൂടുതലായിട്ടും ഇൻട്രാഡെർമൽ വാക്സിൻ ആണ് ഉപയോഗിക്കുന്നത്. ഇൻട്രാഡെർമൽ ആണെങ്കിൽ 2 സൈറ്റും എടുക്കണം, ഇൻട്രാമസ്കുലർ ആണെങ്കിൽ 1 സൈറ്റ് എടുത്താൽ മതി. രണ്ടാമത്തേന് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷനെ കുറിച്ചാണ്. അതായത് അനിമലിന്റെ ബൈറ്റ് കിട്ടിയതിനു ശേഷം നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളാണ്, ആർക്കൊക്കെയാണ് അനിമലിന്റെ ബൈറ്റ് കിട്ടുന്നതിന് മുമ്പ് വാക്സിൻ എടുക്കേണ്ടത്? അതായത് ഹൈ റിസ്ക് ഗ്രൂപ്പിനാണ്. ലബോറട്ടറി സ്റ്റാഫ് ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ പേഴ്സണൽ, ഹെൽത്ത് വർക്കേഴ്സിന്, പിന്നെ വെറ്റിനേറിയൻസ്, അനിമലിനെ ഹാൻഡിൽ ചെയ്യുന്നവർക്കൊക്കെ എന്താണ് പ്രീ എക്സ്പോഷർ വാക്സിനേഷൻ എടുക്കണം. അതായത് ബൈറ്റ് കിട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വാക്സിനേഷൻ എടുക്കണം. അതിന് 3 ഡോസസ് ആണ് ഉള്ളത്. 0, 7, 21 അല്ലെങ്കിൽ 28 ഡേയ്സ്. അതായത് പ്രീ എക്സ്പോഷർ വാക്സിനേഷനിൽ എത്ര ഡോസ് ആണ് ഉള്ളത്? 3 ഡോസസ് ആണ്. 0, 7, അതുപോലെ തന്നെ 21. അടുത്ത ഡോഗ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം? ഒന്ന്, നമ്മൾ ഡോഗ്സിന് വാക്സിനേഷൻ, പ്രോപ്പർ ആയിട്ടുള്ള വാക്സിനേഷൻ കൊടുക്കാം. രണ്ടാമത് തന്നെ നമുക്ക് എന്താണ്, സ്ട്രേ ഡോഗിനെ നമുക്ക് കൺട്രോൾ ചെയ്യുക. അതായത് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് വഴി, ആനിമൽ ബർത്ത് കൺട്രോൾ വഴി ഡോഗ്സിന്റെ പോപ്പുലേഷൻ കുറയ്ക്കാം. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡോഗ്സിന്റെ ബൈറ്റിനെ കൺട്രോൾ ചെയ്യാം. അടുത്ത റാബിസിന് വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാം ആണ് നാഷണൽ റാബിസ് കൺട്രോൾ പ്രോഗ്രാം. The National Rabies Control Program is a comprehensive initiative by the Government of India aimed at the preventing and controlling rabies. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റാബിസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാം ആണ് നാഷണൽ റാബിസ് കൺട്രോൾ പ്രോഗ്രാം. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്താണ്? 2030 ആകുമ്പോഴേക്കും ഡോഗ് ബൈറ്റ് കൊണ്ടുണ്ടാകുന്ന മനുഷ്യരുടെ മരണം 0 മാറ്റുക. അതായത് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, മനുഷ്യരുടെ മരണത്തിനെ ഇല്ലാതാക്കുക. അതാണ് നാഷണൽ റാബിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റാബിസ് എന്ന് പറയുന്ന എക്സാമിന് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത രണ്ടാമത്തെ ഡിസീസ് ആണ് ലെപ്റ്റോസ്പൈറോസിസ്. മീൻസ് എന്താണ്? എലിപ്പനി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലെപ്റ്റോസ്പൈറോസിസ് എന്ന്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ലെപ്റ്റോസ്പൈറോസിസും എന്താണ്? ഒരു സൂണോട്ടിക് ഡിസീസ് ആണ്. അപ്പൊ എന്താണ് സൂണോസിസ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് സൂണോസിസ്. ഇപ്പൊ ലെപ്റ്റോസ്പൈറോസിസ് എന്താണെന്ന് നോക്കാം. ലെപ്റ്റോസ്പൈറോസിസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ ദി പാത്തോജനിക് ഓർഗാനിസം ടു ജീനസ് ലെപ്റ്റോസ്പൈറ. അതായത് ലെപ്റ്റോസ്പൈറ എന്ന കോസേറ്റീവ് ഓർഗാനിസം കാരണം ഉണ്ടാകുന്ന ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ് എലിപ്പനി. ലെപ്റ്റോസ്പൈറോസിസ് എ മേജർ ഡയറക്ട് സൂണോസിസ്. ഒരു സൂണോട്ടിക് ഡിസീസ് ആണ് ലെപ്റ്റോസ്പൈറോസിസ്. ഹ്യൂമൻ ടു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ഈസ് വെരി റെയർ. അതായത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് എന്താണ്, എലിപ്പനി പടർന്നു പിടിക്കത്തില്ല. എപ്പിഡമോളജിക്കൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്താണ് ഏജന്റ്. ലെപ്റ്റോസ്പൈറ ബാക്ടീരിയ ആണ് ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ലെപ്റ്റോസ്പൈറോസിസ് എന്താണ്? ഒരു ബാക്ടീരിയൽ ഡിസീസ് ആണ് ലെപ്റ്റോസ്പൈറോസിസ്. ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ 7 to 10 days ആണ്. അടുത്ത റിസർവോയർ ഓഫ് ഇൻഫെക്ഷൻ, റോഡൻസ് എസ്പെഷ്യലി റാറ്റ്, ഡൊമസ്റ്റിക് അനിമൽസ്, കൗ, ഗോട്ട്, ക്യാറ്റ്, ഡോഗ് എക്സെട്ര. അതായത് ഈ ലെപ്റ്റോസ്പൈറോ ബാക്ടീരിയ ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള അനിമൽസ് ആരൊക്കെയാണ്? കൗവ്, ഗോട്ട്, ക്യാറ്റ്, ഡോഗ്. അതുപോലെ തന്നെ റോഡൻസ്, റാറ്റ് ആണ് പ്രധാനമായിട്ട് എന്ത് ലെപ്റ്റോസ്പൈറോസിസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ, അടുത്തത് പറയുന്നത് എന്താണ്? ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ ആണ്. ഇൻഫെക്റ്റഡ് അനിമൽസിന്റെ യൂറിനും ടിഷ്യൂവും വഴിയാണ് മറ്റുള്ളവരിലേക്ക് ഈ രോഗം പടർന്നു പിടിക്കുന്നത്. അഞ്ചാമത്തെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ജേം എൻഡേഴ്സ് ത്രൂ വൂണ്ട്, കട്ട്, അബ്രേഷൻസ് ഓർ ഈവൻ മ്യൂക്കസ് മെംബ്രെയിൻ via contaminated water by urine or secretions of infected animals. അതായത് ഇപ്പൊ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അനിമൽസിന്റെ യൂറിനോ അല്ലെങ്കിൽ ടിഷ്യൂ ആയിട്ടോ ഇപ്പം മനുഷ്യർ കോണ്ടാക്ട് വരുമ്പോഴാണ് മനുഷ്യരിലേക്ക് എന്ത് എലിപ്പനി ഉണ്ടാകാൻ സാധ്യതയുള്ളത്.
റിസ്ക് ഗ്രൂപ്പ് ആർക്കൊക്കെയാണ് എലിപ്പനി കൂടുതലായിട്ടും കണ്ടുവരുന്നത്? പീപ്പിൾ ഹു വർക്ക് ഔട്ട്ഡോർ ഓർ വിത്ത് ദ അനിമൽ മേ ബി അറ്റ് ദ ഇൻക്രീസ്ഡ് റിസ്ക് ഫോർ ഇൻഫെക്ഷൻ. അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പുറത്ത് വർക്ക് ചെയ്യുന്ന, അതായത് കൃഷിക്കാർ, അതുപോലെ തന്നെ മൈൻ വർക്കേഴ്സ്, സീവർ വർക്കേഴ്സ്, അതുപോലെ തന്നെ സ്ലോട്ടർ ഹൗസ് വർക്കർ, അറവുശാലകളിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലും എലിപ്പനി പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളത്. കാരണം എന്താണ്, ഇവർ കൂടുതലും കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വാട്ടറുമായിട്ടൊക്കെ കോണ്ടാക്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് കൂടുതലായിട്ട് എലിപ്പനി വരാൻ കാരണം. പിന്നെ ഡയറി ഫാർമേഴ്സ് ഉണ്ട്, മിലിറ്ററി വർക്ക് പേഴ്സണൽ ഉണ്ട്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 4 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് ലെപ്റ്റോസ്പൈറോസിസിൽ ഉണ്ടാകുന്നത്. ഒന്നാമത്തേണ് മൈൽഡ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ്, അതായത് ഇൻഫ്ലുവൻസ പോലെ ചെറിയ രീതിയിലുള്ള ജലദോഷം ഉണ്ടാകാം. ആൻഡ് കൺജന്റൈവൽ സഫ്യൂഷൻ, അതായത് നമ്മുടെ ലെപ്റ്റോസ്പൈറോസിസ് ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് എടുത്തറിയാൻ പറ്റുന്ന സിംറ്റം ആണ് കൺജന്റൈവൽ സഫ്യൂഷൻ, അതായത് നമ്മുടെ കണ്ണുകൾ ചുമന്നു വരും, 2 കണ്ണുകളും നല്ല ചുമന്നു വരും. രണ്ടാമത്തേന് വീൽസ് സിൻഡ്രം, ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ലൈക്ക് ജോണ്ടിസ്, റീനൽ ഫെയിലിയർ, ഹെമറേജ്, മയോകാർഡൈറ്റിസ് എക്സെട്ര. അതായത് നമ്മൾ ലെപ്റ്റോസ്പൈറോസിസ് സിവിയർ കണ്ടീഷൻ ആയിട്ട് മാറുമ്പോൾ നമ്മൾ ലിവറിനെ അഫക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം. അത്തരം കണ്ടീഷനെ പറയുന്ന പേരാണ് വീൽ സിൻഡ്രം. അതിന്റെ ഫലമായിട്ട് നമുക്ക് രക്തസ്രാവം ഉണ്ടാകാം, മഞ്ഞപ്പിത്തം തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കാം. മൂന്നാമത്തേണ് മെനിഞ്ചൈറ്റീസ്, അതായത് മെനിഞ്ചസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം. നാലാമത്തെ പൾമണറി ഹെമറേജ് വിത്ത് റെസ്പിറേറ്ററി ഫെയിലിയർ, നമ്മുടെ ലങ്സിൽ നിന്നൊക്കെ ഹെമറേജ് ഉണ്ടാകാം, അതായത് രക്തസ്രാവം ഉണ്ടായിട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ സംഭവിക്കാം. അപ്പൊ ഏതൊക്കെയാണ് 4 ക്ലിനിക്കൽ ഫീച്ചേഴ്സ്? മൈൽഡ് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ആൻഡ് കൺജന്റൈവൽ സഫ്യൂഷൻ, രണ്ടാമത്തെ വീൽ സിൻഡ്രം, മൂന്നാമത്തെ മെനിഞ്ചൈറ്റിസ്, നാലാമത്തെ പൾമണറി ഹെമറേജ് വിത്ത് റെസ്പിറേറ്ററി ഫെയിലിയർ. ലാബ് ടെസ്റ്റ് നമുക്ക് എങ്ങനെ ലെപ്റ്റോസ്പൈറോസിനെ ഡയഗ്നോസ് ചെയ്യാം? ഒന്നാമത്താണ് എലീസ ടെസ്റ്റ് ഉണ്ട്, പിന്നെ PCR, മാറ്റിന്റെ ഫുൾ നെയിം മൈക്രോസ്കോപ്പിക് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് എന്ന് പറയാം. കൂടുതൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എലീസയാണ്. അടുത്തത് ട്രീറ്റ്മെന്റ് ആണ്. ഇത് ബാക്ടീരിയൽ ഡിസീസ് ആയതുകൊണ്ട് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്പെസിഫിക് ആന്റിബയോട്ടിക് ട്രീറ്റ്മെന്റ് ഈസ് അവൈലബിൾ ഫോർ ലെപ്റ്റോസ്പൈറോസിസ്. ഡോക്സിസൈക്ലിൻ ആൻഡ് പെൻസിലിൻ ആർ ദ ഡ്രഗ് ഓഫ് ചോയ്സ്. അതായത് നമുക്ക് ലെപ്റ്റോസ്പൈറോസിസ് വന്നാൽ പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന മെഡിസിൻ പെൻസിലിൻ ആണ്, കൂടാതെ ഡോക്സിസൈക്ലിനും കൊടുക്കാം. അടുത്താണ് കീമോ പ്രോഫിലാക്സിസ്. എന്താണ് കീമോ പ്രോഫിലാക്സിസ്? രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി നമ്മൾ നൽകേണ്ട പ്രതിരോധ പ്രവർത്തനമാണ് കീമോ പ്രോഫിലാക്സിസ്. അത് ആർക്കാണ് കൊടുക്കുന്നത്? ഹൈ റിസ്ക് ഗ്രൂപ്പ് ആണ്. ഹൈ റിസ്ക് ഗ്രൂപ്പ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ഡോക്സിസൈക്ലിൻ 2 ടാബ്ലറ്റ് once in a week. അതായത് ഹൈ റിസ്ക് ഗ്രൂപ്പ്, അതായത് കൃഷി ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ത് കൊടുക്കാം? കീമോ പ്രോഫിലാക്സിസ് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ ഡോക്സിസൈക്ലിൻ ആണ് കൊടുക്കുന്നത്. ആഴ്ചയിൽ 2 ടാബ്ലറ്റ് ആണ് കൊടുക്കുന്നത്. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. നമുക്ക് എലിപ്പനി വരാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും? ഒന്നാമത്തെ കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ സോഴ്സ്. എവിടെ നിന്നാണോ അതിന്റെ ഉറവിടം അതിനെ ആദ്യം കൺട്രോൾ ചെയ്യുക. റോഡന്റ് കൺട്രോൾ മെഷേഴ്സ്, അതുപോലെ തന്നെ സെപ്പറേഷൻ ഓഫ് അനിമൽ റിസർവോയർ ആൻഡ് ഹ്യൂമൻ ഹാബിറ്റേഷൻ ബൈ മീൻസ് ഓഫ് ഫെൻസസ്. അതായത് അനിമൽസ്, മൃഗങ്ങൾ താമസിക്കുന്ന ഇടവും മനുഷ്യർ താമസിക്കുന്ന ഇടവും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ ഡോഗ്സിന് നമുക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ. അതായത് പ്രോപ്പറായിട്ട് നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്തില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലാണ് റോഡൻസ് കൂടാൻ ചാൻസ് ഉള്ളത്. അതുവഴിയാണ് ലെപ്റ്റോസ്പൈറോസിസ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേന് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ. അത് മറ്റുള്ളവരിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ റൂട്ട് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക. അതിൽ ഒന്നാമത്തേന് കീമോ പ്രോഫിലാക്സിസ് ഫോർ ഹൈ റിസ്ക് ഗ്രൂപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു, കീമോ പ്രോഫിലാക്സിസ് കൊടുക്കുക. ഹൈ റിസ്ക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഡോക്സിസൈക്ലിൻ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യണം. രണ്ടാമത്തത് അവോയ്ഡൻസ് ഓഫ് കോണ്ടാക്ട് വിത്ത് കണ്ടാമിനേറ്റ് വാട്ടർ. കണ്ടാമിനേറ്റ് വാട്ടറിന്റെ കോണ്ടാക്ട് നമ്മൾ ഇല്ലാതാക്കുക. കയ്യിലൊക്കെ നമ്മൾ ഗ്ലൗസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? കണ്ടാമിനേറ്റ് വാട്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അടുത്തത് എഡ്യൂക്കേറ്റ് ദ കമ്മ്യൂണിറ്റി അബൌട്ട് ദ മോഡ് ഓഫ് സ്പ്രെഡ്, സിംറ്റംസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ലെപ്റ്റോസ്പൈറോസിസ്. ലെപ്റ്റോസ്പൈറോസിസിനെ കുറിച്ച്, എലിപ്പനി വരാനുള്ള കാരണങ്ങളെ കുറിച്ചും അതിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ചും ജനങ്ങളെ എന്ത് ചെയ്യുക? അവയർനെസ് കൊടുക്കുക. അടുത്ത നാഷണൽ പ്രോഗ്രാം ആണ്. ലെപ്റ്റോസ്പൈറോസിനുള്ള നാഷണൽ പ്രോഗ്രാം ആണ് PPCL. In India, the program for prevention and control of leptospirosis is the primary national initiative managed by the National Center for Disease Control under the Ministry of Health and Family Welfare.
അതായത് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന PPCL, അതായത് പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ലെപ്റ്റോസ്പൈറോസിസ് ആണ് എലിപ്പനി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം. ഇത് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തൊക്കെയാണ്? ഫോക്കസസ് ഓൺ സ്ട്രെങ്തനിങ് സർവൈലൻസ്, ഇംപ്രൂവിംഗ് ലബോറട്ടറി ഡയഗ്നോസ്റ്റിക്സ്, ട്രെയിനിങ് ഹെൽത്ത് വർക്കർ ആൻഡ് ക്രിയേറ്റിംഗ് പബ്ലിക് അവയർനെസ്. അതായത് നമ്മൾ സർവൈലൻസ് ചെയ്യുക, ആളുകളെ നിരീക്ഷിക്കുക, അതുപോലെ തന്നെ ലബോറട്ടറി ഡയഗ്നോസ്, അതായത് എലിപ്പനി വരുമ്പോൾ അതിന്റെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് കൂട്ടുക, കണ്ടുപിടിക്കാനുള്ള. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിനെ ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. പിന്നെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർക്ക് ലെപ്റ്റോസ്പൈറോസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ ബോധവാന്മാരാക്കുക.